സംസ്ഥാനത്തൊട്ടാകെ ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് വയനാട്ടിലും വാഹനങ്ങൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാറാണ് ഈ വാഹനം പരിശോധിച്ച് ചില നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കണ്ടെത്തിയത്? ഞങ്ങളിപ്പോൾ ഏകദേശം ഒരാഴ്ചക്കാലമായി സംസ്ഥാനത്തുടനീളം വാഹനങ്ങളിലെ, പ്രത്യേകിച്ച് കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിലെ അനധികൃത ലൈറ്റുകൾ, അതേപോലെ ഉപയോഗിക്കുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ ഉള്ള സ്പീക്കറുകൾ, അകത്ത് മിക്സർ പോലുള്ള ലൈറ്റുകൾ എല്ലാം ഉപയോഗിക്കുന്നത് പരിശോധന നടത്തി വരികയാണ്. ഈ വാഹനത്തിൽ ഒരുപാട് നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഫ്രണ്ട് ഗ്ലാസ്സിന് ചുറ്റുമായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ്, ഈ ലൈറ്റുകൾ ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ഇവിടെ LED ലൈറ്റ്, അതുപോലെ സ്പോട്ട് ലൈറ്റ്, പിന്നെ കളർ ലൈറ്റുകളുണ്ട്. അതേപോലെ അകത്ത് പല ആംഗിളിൽ നിന്നുള്ള കളർ ലൈറ്റുകൾ, സീറ്റിന് ആൾക്കാരിരിക്കുന്ന സീറ്റിൻ്റെ മുകളിലായിട്ട് കളർ ലൈറ്റുകളൊക്കെ ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എയർഹോണും അതുപോലെ അത് തന്നെ എയർ ഹോൺ ഓപ്പറേഷൻ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഒന്ന് കഴിഞ്ഞതാണ്. എന്നിട്ടും പല വാഹനങ്ങളിലും ഇപ്പം അവശേഷിക്കുന്നുണ്ട്. കളർ കോഡ് നിർബന്ധമാക്കിയ ടൂറിസ്റ്റ് വാഹനങ്ങളിൽ ഇത്തരത്തിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നതടക്കം നിയമവിരുദ്ധമാണ്. അത്തരത്തിൽ നിരവധി ബസ്സുകളാണ് ഇപ്പോൾ ഇന്നത്തെ വയനാട്ടിലെ പരിശോധനയിൽ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്റ്റിക്കർ വർക്ക് അടക്കം ചെയ്തു വരുന്നത്. അതുകൂടാതെ എമർജൻസി ഡോറ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ എമർജൻസി ഡോറ് ആകസ്മികമായ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തുറക്കാൻ, അതിൻ്റെ ഗ്ലാസ് അടിച്ച് തകർക്കാൻ ഒരു ഹാമർ ആവശ്യമാണ്. ആ ഹാമർ ഈ വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതേപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ല. പിന്നെ എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായാൽ അത് കെടുത്താനുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷർ അതും ഇതിൽ സൂക്ഷിച്ചിട്ടില്ല. ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുമൊക്കെയായി ടൂർ പോകുന്ന വാഹനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നുണ്ട്. അത് എന്തൊക്കെ പാലിക്കണമെന്നുള്ളത്. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ വാഹനങ്ങളിലെ ലൈറ്റ്, സൗണ്ട്, അതുപോലെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ ലംഘിച്ച് സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെയാണ് MVD കർശന നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.